എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗോപാലകൃഷ്ണൻ. 23 ജൂലൈ 2025 ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ വിമുക്ത ഭടന്മാരുടെ ഒരു പ്രതിഷേധ റാലി തയ്യാർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർലമെൻറ്റ് മാർച്ചും നടക്കും. ഈ വിവരം സോഷ്യൽ മീഡിയ വഴി ഓൾ ഇന്ത്യയിലുള്ള എല്ലാ എക്സ്-സർവീസ്മെൻ്റെ ഗ്രൂപ്പുകളിലും എത്തിയിട്ടുണ്ട്. ഈ സമരം വിമുക്ത ഭടന്മാരുടെ താഴ്ന്ന റാങ്കിലുള്ളവരുടെ അവകാശ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ മെമ്മോറാണ്ടം സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും രക്ഷാമന്ത്രിക്കും രാഷ്ട്രപതിക്കും മെമ്മോറാണ്ടംസ് കൊടുത്തു. ആ വിവരം സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാവരും കണ്ടതാണ്. അതിനുശേഷം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് എല്ലാവരും അവരവരുടെ ഏരിയയിലുള്ള പ്രതിപക്ഷമായിക്കോട്ടെ ഭരണപക്ഷമായിക്കോട്ടെ അവർ MP-മാർക്കും മെമ്മോറാണ്ടംസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിൽ എല്ലാ പാർട്ടി ഓഫീസുകളിലും, അതായത് കോൺഗ്രസിൻ്റെ ഓഫീസിലും BJPയുടെ ഓഫീസിലും, അതായത് BJP പ്രസിഡന്റ് കോൺഗ്രസ് പ്രസിഡന്റിലായിരിക്കുന്ന ഓഫീസുകളിൽ, അതുപോലെ ആം ആദ്മി പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി, അങ്ങനെ ജനതാദൾ, ഇങ്ങനെയുള്ള കുറേ ഓഫീസുകൾ ഡൽഹിയിൽ വന്നിട്ട് പാർട്ടി ഓഫീസുകൾ ഒരുപാടുണ്ട്. അവരുടെ പ്രസിഡന്റുമാർക്കും ഈ മെമ്മോറാണ്ടംസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. BJPയുടെ ഓഫീസിൽ മെമ്മോറാണ്ടം കൊടുക്കാൻ സബ്കാ സൈനിക് സംഘർഷ് കമ്മിറ്റിയുടെ ടീം പോയപ്പോൾ അവർ പറഞ്ഞത് സൈനിക പ്രകോഷ്ഠന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കൂ എന്നാണ്. സൈനിക പ്രകോഷ്ഠ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതായത് നമ്മുടെ സൈനിക BJP, സൈനിക കോൺഗ്രസ് എന്നൊക്കെ നമ്മളിവിടെ കേട്ടിട്ടുണ്ട്. സൈനിക BJPയിൽ വന്നിട്ട് നമ്മുടെ എന്താണ് പറയുക, പൂർവ്വ സൈനിക് സേവാ പരിഷത്ത്, അതിൽ വന്നിട്ട് വലിയ വലിയ ഓഫീസർമാരുണ്ട്. ആ പരിഷത്തിൽ നമ്മുടെ ജനറൽ VK സിംഗ്, അതുപോലെ തന്നെ ജനറൽ കാദിയാൻ സാബ്, അദ്ദേഹം രക്ഷാ സെക്രട്ടറിയാണിപ്പോൾ. അതിൻ്റെ പുറമെ വന്നിട്ട് അതിൽ വന്നിട്ട് ജനറൽ GD ബക്ഷി. ഇതാണ് BJPയിലുള്ള ഈ സൈനിക പ്രകോഷ്ഠ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോൺഗ്രസ്സിലും സൈനിക് പ്രകോഷ്ഠ് ഉണ്ട്. അവിടെയും ആപ്ലിക്കേഷൻ കൊടുക്കാൻ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞതും സൈനിക പ്രകോഷ്ഠന് കൊടുക്കാണ്. അവിടെ നമ്മുടെ കർണൽ രോഹിത് ചൗധരി സാബെല്ലാം കോൺഗ്രസിൻ്റെ സൈനിക പ്രകോഷ്ഠത്തിലുണ്ട്. അതായത് ഞാനൊരു അറിവിന് വേണ്ടി പറയാണ്, നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആ പാർട്ടിയുടെ നേതൃത്വം അത് നമ്മുടെ ടീമിന് കൊടുക്കാൻ പറയുന്നതിൻ്റെ ആ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ജന്തർ മന്ദിറിൽ സമരങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിലിരിക്കണമെന്ന് മനസ്സിലാക്കുന്നില്ല. പേ കമ്മീഷൻ്റെ ഭാഗമായിട്ട് 8 CPC വരുന്നതിന് മുമ്പേ കഴിഞ്ഞ CPCകളിൽ ആവശ്യപ്പെട്ടത് നിറവേറ്റി കൊടുക്കണം എന്ന് കമ്മിറ്റി അംഗങ്ങളും അവരുടെ ഭാരവാഹികളും ചെറുതായ സൂചന നമ്മുടെ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ അവരുടെ വിഭാഗത്തിനും, അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്, റെയിൽവേയിലാണെങ്കിൽ റെയിൽവേ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അവർ, അല്ലെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ അവർ, അത് കൃഷി, അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള മെമ്മോറാണ്ടങ്ങൾ അവരുടെ കർമ്മചാരി യൂണിയൻസ് ജന്തർ മന്ദിറിൽ വന്ന് ഒരു ദിവസത്തെ പ്രദർശനം നടത്തി കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിച്ച് പോകുന്നുണ്ട്. നമ്മളിതൊന്നും അറിയുന്നില്ല. അതുപോലെ തന്നെയാണ് 23 ജൂലൈ 2025 രാജ്യത്തെ വിമുക്ത ഭടന്മാർ, താഴ്ന്ന റാങ്കിലുള്ള വിമുക്ത ഭടന്മാർ ജന്തർ മന്ദിറിൽ ഒന്നിച്ചതിന് ശേഷം പാർലമെൻറ്റ് ഘെറാവ് ചെയ്യാനുള്ള പെർമിഷൻ സർക്കാരിന് ചോദിച്ചുകൊണ്ടുള്ള മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. ആ മെമ്മോറാണ്ടംസ്, അതായത് പ്രധാനമന്ത്രി ഓഫീസിലേക്കും രാഷ്ട്രപതിയുടെ ഓഫീസിലേക്കും രക്ഷാമന്ത്രിയുടെ ഓഫീസിലേക്കും നമ്മുടെ മെമ്മോറാണ്ടം ചെന്നു കഴിഞ്ഞാൽ ആ മെമ്മോറാണ്ടം ചവിറ്റുകൊട്ടയിൽ എറിയില്ല. അത് എല്ലാ സംഘടനകളും ഓൾ ഇന്ത്യയിലുള്ളവർ മനസ്സിലാക്കണം. അവിടെ നിന്നും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും മെസ്സേജുകൾ പറക്കുകയാണ്. ഹോം മിനിസ്ട്രിക്ക് ആദ്യമായി ഒരു മെസ്സേജ് കൊടുക്കുന്നു. സ്റ്റേറ്റ് പോലീസിനെ അലേർട്ട് ചെയ്യുന്നു. ആരൊക്കെ എവിടെ നിന്ന് വരുന്നുണ്ട് എന്നറിയാൻ വേണ്ടി അവരുടെ ഫോൺ കോളുകൾ നടത്തുന്നു. ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ ഓഡിയോ ഇതടക്കം ഓൾറെഡി സർവിലാൻസിലാണ്. എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്ങോട്ട് മൂവ്മെൻറ്റ് ചെയ്യുന്നു എന്ന നിരീക്ഷണങ്ങൾ.
അതെല്ലാം വന്നിട്ട് സർക്കാരിൻ്റെ അവരുടേതായിട്ടുള്ള മുൻകരുതലും ജോലികളുമാണ്. പക്ഷേ ഈ പ്രവണത ഇത് ആവശ്യമാണ്. രാജ്യത്തുള്ള എല്ലാ സ്റ്റേറ്റിലുള്ള പോലീസിനെ അലേർട്ട് ചെയ്യുന്നത് അത്യാവശ്യമാണ്. എന്തിനാണ് അലേർട്ട് ചെയ്യുന്നത്? ആ വിഷയം അവിടെ വരികയാണ്. ആ വിഷയം അവിടെ വരുന്നുണ്ട്. എക്സർവീസ്മാൻ കൊടുത്ത മെമ്മോറാണ്ടത്തിന് പിന്നിലാണിതെന്ന്. അതുകൊണ്ട് ജന്തർ മന്ദിറിലെ 23-ാം തീയതി നടക്കാൻ പോകുന്ന ഈ റാലി നമ്മുടെ എക്സർവീസ്മാനിന് വിലപ്പെട്ടതാണ്. കേരളത്തിൽ നിന്നുള്ള എക്സർവീസ്മാൻ അവിടെ എത്താൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു ദിവസത്തെ റാലിക്ക് അവർ വരുമ്പോൾ ഒരു ദിവസത്തെ വൈകുന്നേരത്തെ ഏതെങ്കിലും ഒരു ട്രെയിനിലോ ബസ്സിലോ അല്ലെങ്കിൽ സ്വന്തമായ വണ്ടിയിലോ അവർക്ക് അവിടെ വരെ എത്താൻ പറ്റും. പക്ഷേ കേരളത്തിൽ നിന്നും പോകുന്നവർക്ക് ട്രെയിനിൽ 3 ദിവസം, അങ്ങോട്ട് 3 ദിവസം, ഇങ്ങോട്ട് ഒരു ദിവസം, അവിടെ നല്ലൊരു എക്സ്പെൻസ് ഉണ്ട്. അത്ര ദിവസങ്ങൾ വേണം. അതെല്ലാം താഴ്ന്ന റാങ്കിലുള്ള ദൂരെ കിടക്കുന്ന എക്സർവീസ്മാന് അത്ര പെട്ടെന്ന് ആലോചിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ അവരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന മെസ്സേജുകളെ വന്നിട്ട് സർക്കുലേറ്റ് ചെയ്യാം. പക്ഷേ കേരളത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലീഗ് വന്നിട്ട് ഇതെല്ലാം വന്നിട്ട് ഡിലീറ്റാണ് ചെയ്യുന്നത്. അതെല്ലാം അറിയുന്നുണ്ട് നമ്മൾ. അതുപോലെ തന്നെ സംഘടനകൾ, ഏതെങ്കിലും സംഘടനാ നേതാക്കന്മാർ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ കരിവാരി തേക്കുക. പിന്നെ രാഷ്ട്രീയപരമായി സംഘടനകൾ രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ സൗത്തിൽ നടക്കുന്നത്. പക്ഷേ മീറ്റിങ്ങുകളെല്ലാം ഇഷ്ടം പോലെ, കേരളത്തിലെ എക്സർവീസ്മാൻ്റെ മീറ്റിങ്ങുകൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ആ മീറ്റിങ്ങുകൾ നമ്മുടെ ഭാവി സംരക്ഷണത്തിനാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് സംഘടനകളും നേതാക്കന്മാരും ജന്തർ മന്ദിർ സമരത്തെ അനുകൂലിക്കുന്നുണ്ട്. അവരെ കരിവാരി തേച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് സംഘടനകളുണ്ട്. പക്ഷേ നമ്മുടെ അവകാശ സംരക്ഷണം ഗ്രൗണ്ടിലിറങ്ങി ചെയ്തില്ലെങ്കിൽ ഒരിക്കലും അത് സംരക്ഷിക്കപ്പെടില്ല എന്ന് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞു കഴിഞ്ഞു. 8ാം ശമ്പള കമ്മീഷൻ്റെ ഭാഗമായിട്ട് ജന്തർ മന്ദിറിൽ ദിവസവും സമരം നടക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ജന്തർ മന്ദിറിൽ ഇന്ന് 16 ജൂലൈ 2025 ഇന്നത്തെ ദിവസം ജന്തർ മന്ദിറിൽ 3 വിഭാഗങ്ങൾ അവരുടെ പ്രതിഷേധ പ്രകടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെർമിഷനോട് കൂടി സർക്കാരിന് മെമ്മോറാണ്ടം കൊടുത്തുകൊണ്ട്. സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന കർമ്മചാരികൾ ഇത് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും 8ാം ശമ്പള കമ്മീഷനിലെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടില്ല എന്നവർക്കറിയാം. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ PBORൻ്റെ അവകാശങ്ങൾ സമ്മതിക്കാൻ PBOR പുറത്തിറങ്ങാതെ അത് നമ്മളൊരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചാൽ, നമ്മുടെ സെക്യൂരിറ്റി ഏജൻസി നടത്തുന്നത് കോൺട്രാക്ടറാണ്. ആ കോൺട്രാക്ടർ എല്ലാം വന്നിട്ട് നമ്മുടെ ഓഫീസറാണ്. പട്ടാളത്തിലുള്ള സമയത്ത് വലിയ വലിയ ഓഫീസർമാർ മുമ്പിൽ പ്രൊട്ടക്ഷൻ വണ്ടി, പിന്നിൽ പ്രൊട്ടക്ഷൻ വണ്ടി, റോവർ ഇതെല്ലാം വെച്ച് അവർ ഓടിയിരുന്നു. പക്ഷേ ഇന്ന് അവർ വന്നിട്ട് കോൺട്രാക്റ്റാണ്. പുറത്ത് വന്ന് ജോലിയുടെ കോൺട്രാക്റ്റ്, എല്ലാ സ്ഥലത്തും കോൺട്രാക്റ്റാണ്. അതുപോലെ തന്നെ പാർട്ടിയിലും കോൺട്രാക്റ്റാണ്. അങ്ങനെ കോൺട്രാക്റ്റായിട്ടാണ് അവർ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവകാശം സംരക്ഷിക്കാൻ നമ്മൾ തന്നെ പുറത്തിറങ്ങണം. അതാണ് ജന്തർ മന്ദിറിൽ 23 ജൂലൈ 2025 ചെയ്യാൻ പോകുന്നത്. കഴിയാവുന്ന വ്യക്തികൾ അവിടെ എത്തുക. നമ്മുടെ ഒരു സംരംഭം, നമ്മുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയ ആ എക്സർവീസ്മെന്മാർ, അവരും നമ്മുടെ റാങ്കിലുള്ളവരാണ്. അവർ നമുക്ക് വേണ്ടി തന്നെയാണ് ഇതിന് ഇറങ്ങിയിരിക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ നമ്മുടെ സംഘടന, എൻ്റെ ഓഫീസർ, എൻ്റെ സംഘടന, എൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ കയ്യും കെട്ടിയിരുന്നാൽ സംരക്ഷിക്കപ്പെടുന്നത് ഒരിക്കലും നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് കിട്ടും എന്ന വിചാരം നമ്മുടെ ഒരു തെറ്റിദ്ധാരണയായി മാറും എന്ന് അറിയിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.